പരിഹാരമില്ലെന്ന് തോന്നുന്ന വിഷയമായിട്ടായിരിക്കാം ഇന്ന് പകൽ ഇവിടെ വന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, ഇതിന്റെ നടുവിൽ ഒരു സാന്നിധ്യമുണ്ട്. അവന് പരിഹരിക്കാൻ കഴിയാത്ത ഒന്നും ഇവിടില്ല. അവന് പരിഹരിക്കാൻ കഴിയാത്ത ഒന്നും. ഹലോ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ലാസറിനോട് ബന്ധത്തിൽ ഉയരത്തിലുള്ളവന് പരിഹരിക്കാൻ കഴിയാത്തതൊന്നും ഈ ഭൂമിയിൽ. ലാസറിന്റെ കല്ലറയ്ക്ക് വന്ന ലാസറിന്റെ കല്ലറ തന്നപ്പോ വന്നവരിൽ നിന്നവരൊക്കെ കല്ലറയ്ക്കകത്തോട്ട് എത്തി നോക്കി. പക്ഷെ യേശു മാത്രം മേൽപോട്ട് നോക്കി. ഹലോ, അവിടെ കൂടി നിന്ന എല്ലാ കുട്ടികളും കല്ലറ തുറന്നപ്പോ കല്ലറയ്ക്കകത്തോട്ട് നോക്കി. പക്ഷെ കല്ലറ തുറക്കാൻ പറഞ്ഞതാരാ? യേശുവാ, അല്ലേ? കല്ലറ തുറക്കാൻ പറഞ്ഞ യേശു മേപ്പോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക. അവിടെ നിന്ന കുട്ടികളൊക്കെ ഞാൻ കല്ലറ തുറക്കാൻ വന്നിട്ട് മേപ്പോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ലാസറിനെ കാണാൻ വന്നത് ലാസറിന് വേണ്ടില്ല, ഇവിടെ ഇയാളിങ്ങനെ മേപ്പോട്ട് നോക്കിക്കൊണ്ടിരുന്നത് നല്ല കാര്യമുണ്ടോ? ഇവിടെ നാണിട്ട് നിൽക്കാൻ വയ്യ. യേശു ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഞാൻ വന്നത് ലാസറിനെ, മരിച്ച ലാസറിനെ കാണാനല്ല, ജീവനുള്ള ലാസറിനെ കാണാനാണ്. അത് കാണണമെങ്കിലേ ഉയരത്തിലേക്ക് നോക്കണം. അത് കാണണമെങ്കിലേ ഉയരത്തിലേക്ക് നോക്കണം. ഭൂമിയിലേക്ക് നോക്കിയാൽ ലാസറിനെ ജീവനോടെ കാണാൻ പറ്റുകയല്ല, മരിച്ച ലാസറിനെ കാണാൻ പറ്റൂ. പക്ഷെ ജീവനോടെ കാണാനാണ് ഞാൻ വന്നത്. അത് കാണണമെങ്കിൽ ഉയരത്തിലേക്ക് നോക്കണം. ഉയരത്തിലുള്ളതിന് മാത്രമേ ഇവരെ ജീവനോടെ ഉറച്ചു കൊണ്ടുവരാൻ കഴിയൂ. ഇന്ന് പലക്കാട് നിന്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ളവർ, വീഴുന്ന മാറുന്ന സകല വിഷയങ്ങളും പരിഹരിക്കാൻ കഴിവുള്ളവർ ഉയരത്തിലുണ്ട്. അവന് കഴിയാത്തതൊന്നുമില്ല, അവന് കഴിയാത്തതൊന്നുമില്ല. എത്ര കഠിനമേറിയ വിഷയമാണെങ്കിലും യിരെമ്യാവിനോട് ദൈവം പറഞ്ഞൊരു കാര്യം എന്തെന്നറിയോ? യിരെമ്യാവേ, നീ വല്ലാത്തൊരു പ്രതിസന്ധിയുടെ നടുവിലാണ് നിൽക്കുന്നത് എനിക്കറിയാം. ഹലോ, നീ വലിയ പ്രയാസത്തിന്റെ ഒരു നടുവിലാണ് നീ നിൽക്കുന്നത് എന്ന് എനിക്കറിയാം. പക്ഷേ യിരെമ്യാവിനോട് ദൈവം പറയുന്ന വാചകം അറിയാവോ? എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഒരുപക്ഷെ ചെറുതായിരിക്കാം, ഒരുപക്ഷെ വലുതായിരിക്കാം, പക്ഷെ വിശ്വസിക്കാൻ, കാത്തിരിക്കാൻ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. ഇന്ന് പകൽ വ്യക്തിപരമായിട്ട് ഇതിനകത്തിരിക്കുന്നവരോട് പലരോട് ഞാൻ പറയാം, വിശ്വസിക്കാൻ ദൈവത്തിന് കഴിയാത്തൊന്നുമില്ല. പുറകിലിരിക്കുന്ന ഇന്ന് പകൽ ആത്മാവ് ഞാൻ പ്രവചിച്ചു പറയുക, വിശ്വസിച്ചോ, ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയം എന്താ? ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. പ്രിയ സഹോദര, ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. പിതാവേ, കുഞ്ഞുങ്ങളെ, ദൈവത്തിന് കഴിയാത്ത